നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കുക്കിംഗ് അല്ല കേട്ടോ, കുക്കിങ്ങിന് പകരം നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടൊരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂ മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ പാക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് കേട്ടോ. സ്കൂൾ കുട്ടികളെന്ന് വെച്ചാൽ എൻ്റെ മോളെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ എന്നും വൈകുന്നേരം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ തലമുടി തീരെ കുളിച്ച് കഴിഞ്ഞാൽ തലമുടി ഉണങ്ങൂല. അവളെ മുടിക്കാണെങ്കിൽ കുറച്ച് തിക്ക് കൂടുതലുള്ളതുകൊണ്ട് മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതായത് ആ തോർത്തിങ്ങനെ കെട്ടി വെച്ച് അങ്ങനെ നടക്കും. അങ്ങനെയുള്ള മുടികൾക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ വരും. മുടി ഭയങ്കര സ്മെല്ല് വരും. പിന്നെ എന്താ വെച്ചാൽ മുടി എപ്പോഴും ഒരു ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. അവളെ മുടി അങ്ങനെ എപ്പോഴും ഒരു ഒട്ടിപ്പിടിച്ച അവസ്ഥയാണ് കേട്ടോ. ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ കട്ട കെട്ടിയിരിക്കും. എത്ര വിടർത്തിയിട്ടാലും മുടി ഒരു വിട്ട് കിട്ടൂല. അതായത് അങ്ങനെയൊക്കെയുള്ള മുടികൾക്ക് ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നല്ല എഫക്റ്റീവ് ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് എന്താ പറയുക, നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കണ്ടീഷണറൊക്കെ ചെയ്യുന്നൊരിതില്ലേ, അങ്ങനെയൊക്കെ വരുന്നൊരു ഇതിലുണ്ട് കേട്ടോ. കണ്ടീഷണറൊക്കെ ചെയ്യുന്ന പോലെ ഉണ്ടാവും, പക്ഷേ നല്ലൊരു സ്മൂത്തനിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ചെമ്പരത്തിപ്പൂവിനെ ഇതെടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവ് നന്നായി വാടി വരും കേട്ടോ. വാടി വന്ന് കഴിയുമ്പം നമ്മളെന്താക്കുക, ആ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് ആ ചെമ്പരത്തിപ്പൂവിനെ എടുത്തങ്ങ് മാറ്റും കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസത്തോളമൊക്കെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ ഒരാഴ്ചയൊക്കെ 3-4 ദിവസമൊക്കെ എന്തായാലും പുറത്തിരിക്കും വെക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെമ്പരത്തിപ്പൂ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറേ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ തികയുള്ളൂ, പൊന്നൂസിന് മാത്രമേ ഞങ്ങൾ ഒപ്പിച്ച് തികയുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും തികയില്ല. അന്നേരം ഇനിയിപ്പോൾ കുറേ ചെമ്പരത്തിപ്പൂ പറിച്ചിട്ട് വേണം ഇതൊന്നും കൂടെ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. എന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തികയുള്ളൂ. അന്നേരം അത് മിക്സിയിലിട്ട് നമ്മൾ അവിടെ എടുത്ത് മാറ്റി വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല്ലികൾ ഉണ്ടാക്കുക. ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിനെ വീണ്ടും നമ്മൾ മാറ്റി വെച്ച വെള്ളമില്ല, ചെമ്പരത്തി തിളപ്പിച്ച വെള്ളം, ആ വെള്ളത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതെന്നൊക്കെ തോന്നും, പക്ഷെ നല്ല സൂപ്പർ സംഭവമാണ്. നമ്മൾ ഈ പൈസ കൊടുത്ത് വിഷം വാങ്ങി ചെയ്യുകയെന്ന് പറയുന്നില്ലേ, അതുപോലെയല്ല. നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് എന്നും നമ്മളെല്ലാവരും പരിപാടിയാണ്, മടി കാരണമാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡിമെയ്ഡ് സംഭവങ്ങൾ വാങ്ങിച്ച് തലയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ അങ്ങ് തേക്കും. നാച്ചുറലായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, നമ്മളത് ട്രൈ ചെയ്യാൻ പോകില്ല. അതാണ് ഏറ്റവും വലിയ മലയാളികളെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നമ്മളതിനെ വീണ്ടും അടുപ്പത്ത് വെച്ചിടാം. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിനെ വീണ്ടും അടുപ്പത്ത് വെച്ച് കുറഞ്ഞ സമയം മതി, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു 10-15 മിനിറ്റ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒന്നുകൂടെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. മറ്റേത് കുറച്ചൊരു ലൂസായിട്ടല്ലേ ഇരുന്നത്. അന്നേരം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് തണിക്കട്ടെ. തണിഞ്ഞതിന് ശേഷം നമുക്ക് പൊന്നൂസിൻ്റെ തലയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല എഫക്റ്റീവായിട്ട് തോന്നും കേട്ടോ. അങ്ങനെയുള്ള പേരൻസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ ഈ പൊടിയിലും മണ്ണിലൊക്കെ പൊടീൻ്റെയും മണ്ണിൻ്റെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. എൻ്റെ മോൾ SPCക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പൊടിയും അതും ഇതൊക്കെ തലയിൽ പിടിക്കും. അന്നേരം അവരെങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞാലും മുടിക്കൊരു ഷൈ കിട്ടില്ല. അത് എന്തോ ഒരു പോലെ തന്നെ ഉണ്ട്. നമുക്ക് കറക്റ്റ് പൊന്നൂസിൻ്റെ മുടിയിൽ അത് മനസ്സിലാവുമായിരുന്നു കേട്ടോ. ഞങ്ങളെ മുടി പോലെയല്ല അവളെ മുടി, അന്നേരം പെട്ടെന്ന് അത് മനസ്സിലായി കിട്ടും. അന്നേരം ഇതൊന്നും ആൾക്ക് ചെയ്യുമ്പോൾ മുഖത്തേക്കോ നെറ്റിയിലേക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. എണ്ണ തന്നെ തലയിൽ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ദേഷ്യം വരും. ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ മുടീനോട് ഇഷ്ടമുണ്ട് താനും, പക്ഷെ കെട്ടാനും ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ് താനും. എന്നാലും ഒരു വിധത്തിൽ ഞാനതൊക്കെ തേച്ച് മേത്തൊക്കെ വീണിട്ടുണ്ട്. എന്നാലും ഞാൻ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മളിങ്ങനെ മുടി ഉള്ളിലേക്ക് തേച്ച് കൊടുക്കണം. ഇങ്ങനെ ഇഴയെടുത്ത് മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കൊടുക്കണം കേട്ടോ. അന്നേരം ഇതുപോലെ ഒരുപാട് ഹെയർ പാക്കുകളുണ്ട്, നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ചെയ്യുന്ന ഹെയർ പാക്കുകളുണ്ട്. അന്നേരം അതൊക്കെ ഞാൻ വഴിയെ ഓരോന്നോരോന്നും ചെയ്ത് കാണിക്കാം കേട്ടോ. അതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ തലയ്ക്കാണെങ്കിലും ഫേസിലാണെങ്കിലും നമ്മൾ എപ്പോഴും നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അപ്പം കിട്ടുന്ന ആ ഒരു സൗന്ദര്യം പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ല. ഞങ്ങളിവിടെ അങ്ങനെ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും പൈസ കൊടുത്ത് അധികം വാങ്ങി ചെയ്യാറേ ഇല്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും ക്രീം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ വാങ്ങിക്കാറേ ഇല്ല. എല്ലാം നാച്ചുറലായിട്ട് തന്നെ ചെയ്യാറ്. താളി പോലും നമ്മൾ എല്ലാവരും പാക്കറ്റും അതും ഇതൊക്കെ മേടിക്കില്ലേ, ബോട്ടിലൊക്കെ താളി ഷാമ്പു അങ്ങനത്തെയൊക്കെ ചെയ്യും. ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ ചെമ്പരത്തിൻ്റെയാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ ചെമ്പരത്തി താളി പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു താളിയും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അന്നേരം ഇവിടെ തണുപ്പും മഴ പോലെ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അത് കുറച്ച് തണുപ്പ് കൂടുതലാണ് കേട്ടോ. അന്നേരം നല്ല വെയിൽ വരുന്ന സമയത്ത് അതും കൂടെ ഞാൻ ഒന്ന് ചെയ്യാവേ. അത് നല്ല എഫക്റ്റീവാണ്. നമ്മളെ ചെമ്പരത്തി താളി പോലെ തന്നെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അന്നേരം മുടി കൊഴിച്ചൽ, മുടിയിലുള്ള കുറേ മുടി പ്രശ്നങ്ങൾ കുറേ മാറിക്കിട്ടും. നമ്മളെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മുടീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ മാറിക്കിട്ടും കേട്ടോ. എൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാൽസ്യക്കുറവും അതും ഇതൊക്കെ വന്നിട്ടാണ് എൻ്റെ മുടി പറ്റ പോയത്. പിന്നെ ഇനി മക്കളെ മുടിയും കൂടെ അതുപോലെ
ആക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അവരെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മുടി ഒരു അഴകാണ്. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മുടിയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ചീകാനും കെട്ടാനൊക്കെ ഉള്ളൊരു സമയക്കുറവാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം. എൻ്റെ മോളെ മുടി കണ്ടപ്പോൾ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് മുടിക്ക്. മുടി തന്നെ അവളെ മുടി കുറച്ചൊന്ന് ഒട്ടി നിന്നിരുന്ന മുടിയൊന്ന് എന്താ പറയുക ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് മുടിക്ക്. കണ്ടോ ഒരു ഷൈ വന്നിട്ടുണ്ട്, ഒരു മുടിക്കൊരു ബലം വന്ന് എന്താ പറയുക ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് കേട്ടോ മുടിക്ക്. കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുണ്ടായിരുന്നു, മുടിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ഉണ്ടായിരുന്ന മുടി എന്ന് പറഞ്ഞാൽ അവളെ മുടി എപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഷാമ്പു ഇട്ട് തല നന്നായി വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുന്നത് ഭയങ്കര ഇങ്ങനെ പാറി അങ്ങോട്ട് കിടക്കും. ഇതിപ്പോൾ തലയിൽ എണ്ണമെഴുക്കൊന്നും ഇല്ലെങ്കിൽ പോലും അവളെ മുടി കണ്ടോ ഒരു ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തല ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശാന്തമായിട്ട് കിട്ടൂല കേട്ടോ, പാറി പറന്ന് കിടക്കും. ഇതിപ്പോൾ നമ്മൾ എണ്ണമെഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് തലയിൽ അത് തേച്ചതും തല കഴുകിയതും. എന്നിട്ടും കണ്ടോ മുടിക്കൊരു ഒതുക്കമുണ്ട്, ഒരു വൃത്തിയുണ്ട്, കാണാൻ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അന്നേരം എല്ലാവരും ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ തന്നെ കുറച്ച് ദിവസം ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയ്ക്ക് ഒന്നൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് സൺഡേ ഒക്കെ ലീവ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മുടീൻ്റെ സംരക്ഷണം നമുക്ക് തന്നെ നാച്ചുറലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ആരും ചെയ്യാത്തവരെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ കുക്കിംഗ് വീഡിയോസാണ് നമ്മളെല്ലാപ്പോഴും ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസും അടുക്കള വീഡിയോസും എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെയാണ് ചെയ്യാറ്. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.